ഹായ്, വെൽക്കം ബാക്ക് ടു ഡി ആൻഡ് ഡി ടേസ്റ്റ് ആൻഡ് ടോക്സ്. ഇന്ന് നമ്മൾ ഷവർമയുടെ രുചിയിലുള്ള ഒരു മക്രോണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഷവർമ മക്രോണി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ മക്രോണി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പ് മക്രോണി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം, ഉപ്പ്, കുറച്ച് ഓയിൽ എന്നിവ ചേർത്തിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. നോർമലി നമ്മൾ മക്രോണി വേവിക്കാൻ വേണ്ടി വെക്കുന്ന വെള്ളത്തിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ലോക്ക്ഡൗണൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തൊന്നും അധികം ഇറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ ഷവർമ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഷവർമ കിട്ടിയില്ലെങ്കിലും ഷവർമയുടെ രുചിയിലുള്ള ഒരു മക്രോണി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് കണ്ടിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വേവ് ഒന്ന് നോക്കണം. അധികം വെന്തുടഞ്ഞു പോരുത്. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ ഇതുപോലെ ഊറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ ഉടഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊരു ടിപ്പാണ്, നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഷവർമയുടെ കൂട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ക്യാബേജ്, കുറച്ച് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ചെറിയ പീസാക്കിയത്. ഇത് ഞാനിപ്പോൾ കുറച്ച് മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുകയും ചെയ്യാം. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മയണൈസ് ചേർത്ത് കൊടുക്കുന്നത്. മയണൈസ് എത്ര ക്വാണ്ടിറ്റി ചേർക്കണം എന്നുള്ളത് ഞാൻ പറയണില്ല, കാരണം അത് നിങ്ങളുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മയണൈസും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മക്രോണിക്ക് പകരം നിങ്ങൾക്ക് പാസ്തയും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മുടെ മക്രോണിയും ഈ ഷവർമയുടെ കൂട്ടും നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് രുചിച്ച് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ എരിവിന് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അത്ര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് ക്രമീകരിക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഷവർമ ആ ഒരു രുചിയിലേക്ക് എത്താൻ കുറച്ചുകൂടെ മയോണൈസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു. നിങ്ങളും അത് നോക്കിയതിന് ശേഷം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഷവർമ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഷവർമ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.